പണ്ട് തുടങ്ങി എനിക്ക് മോഹൻലാൽ ഫാനാണ്. അമ്മ പറഞ്ഞ പോലെ ഒന്നാം വയസ്സിലല്ല ഒന്നാം ക്ലാസ്സിൽ. അതെ, ഞാൻ മോഹൻലാലിന്റെ എന്തായിരുന്നു ഇതൊക്കെ ടിവിയിലൊന്നും തള്ളാന്ന് വിചാരിക്കാം. ഓ മൈ ഗോഡ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസരിസ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വിഷുവാണ്. ഇന്ന് നമ്മോടൊപ്പം വിഷു ആഘോഷിക്കാൻ വരുൺധാരയും ഫാമിലിയുമുണ്ട്. ഇത് വരുൺധാരയുടെ സ്വന്തം നാട്. ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്രത്തിന് സമീപമാണ് വരുൺധാരയുടെ വീട്. അപ്പോൾ നമുക്ക് വരുൺധാരയെ സ്വാഗതം ചെയ്യാം. വരുൺ, വരൂ. ഹാപ്പി വിഷു ചേച്ചി. ഹാപ്പി വിഷു. അപ്പൊ നമുക്ക് വരുണിന്റെ വീട്ടിലേക്ക് പോകാം. ഇതാണ് വരുണിന്റെ ഫാമിലി. വരുൺ തന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തും. ഇത് അച്ഛൻ. ആളുടെ പേര് ജനാർദ്ദൻ എന്നാണ്. ആളൊരു എക്സ് മിലിറ്ററി മാനാണ്. പിന്നെ ഇതമ്മ. അമ്മ അങ്ങനെ വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ്, ചേട്ടത്തിയാണ്. ആളുടെ പേര് പ്രിയങ്ക എന്നാണ്. ആളുടെ കുട്ടി, ആളുടെ പേര് യുവാൻ, അമ്മയുടെ പേര് രാജു എന്നാണ്. വരുണിന്റെ വിഷു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വരുൺ, എന്തൊക്കെയാണ് ഈ കൊല്ലത്തെ വിഷു ആഘോഷങ്ങൾ? ഈ കൊല്ലത്തേന്ന് മാത്രമല്ല, എല്ലാ കൊല്ലവും ഞങ്ങളുടെ വിഷു എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്. വിഷുവിൻ്റെ പിറ്റേ ദിവസം 16-ാം തീയതിയാണ് എല്ലാ കൊല്ലവും ഇവിടെ ഞങ്ങളുടെ ചക്കുമരശ്ശേരിയിൽ ഉത്സവം ഉണ്ടാവാറ്. അപ്പോൾ ഈ കൊല്ലം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവവും അതിൻ്റെ ആഘോഷങ്ങളും, ചിലപ്പോൾ ഇവിടെ കുറേ റിലേറ്റീവ്സൊക്കെ വരും. അത് അവരുമായിട്ടുള്ള കുറച്ച് ഇത്, പിന്നെ നാട്ടിലെ കൂട്ടുകാർ, ഇവിടെ ഗാനമേള, ഇത് ഇന്നലെ DJ ഉണ്ടായി, ഇന്ന് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അങ്ങനെ വിഷു വരുന്നത് നമ്മുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് എല്ലാ കൊല്ലം ഉത്സവമുള്ള വിഷു ഉണ്ടാവാറ്. അങ്ങനെ ഈ കൊല്ലം അങ്ങനെ വിഷുവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ വിഷുവിനും നാട്ടിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സെറ്റിൽ എവിടെയെങ്കിലും ആയിരുന്നു? കഴിഞ്ഞ കൊല്ലം ഇല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വിഷു നമ്മുടെ ഇപ്പോൾ പടത്തിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കായിരുന്നു. പക്ഷേ വിഷുവിന്റെ ആ ദിവസങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ആയിട്ട് തന്നെയാണ്. നമ്മുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടായിരിക്കും വിഷു ആഘോഷവും പരിപാടിയും. കാരണം പിറ്റേ ദിവസം ഉത്സവമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാവും, കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അങ്ങനെ തലേ ദിവസം അവിടെ ആന വരുന്നതും എല്ലാം, തലേ ദിവസം ഗാനമേള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും വിഷു ഉണ്ടാവാറ്. മറക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട്? എല്ലാ കൊല്ലത്തെ വിഷുവും മറക്കാനാവാത്ത വിഷുവാണ്. എല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് വീട്ടുകാർ അങ്ങനെ ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള വിഷു ആയിരിക്കും സ്ഥിരമായിട്ടുണ്ടാവാറ്. ഇവിടെ കണി വയ്ക്കും, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു വിഷുവിനെ പറ്റി ഒരു മറക്കാനാവാത്തൊരു ഓർമ്മയുണ്ട്. എന്താ നമ്മ പറയട്ടെ? തലപ്പൊക്കെ കാണാനും രാവിലെ തന്നെ പോണത്. അപ്പൊ അത് ഭയങ്കര ഒരു നാൽക്കൂട്ടൊക്കെ ഉണ്ടാവും. പോയപ്പോ ആന മരിച്ചു. അച്ഛന്റെ ഓർമ്മയിലെ വിഷു എന്താണ്? വിഷുവിനെ കുറിച്ച് ഈ ഉത്സവം ആണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. പണ്ടത്തെ വിഷുവും ഇപ്പോഴത്തെ വിഷുവും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടത്തെ പറഞ്ഞ ആന ഉണ്ടാവും, ഇന്നല്ല പാടാനുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും. നാട്ടിൽ കാണുന്ന മിക്കവാറും എല്ലാവരും, അത് ഏത് ജാതി വ്യവസ്ഥരായിക്കോട്ടെ, എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ വിഷു എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്കാണ് എല്ലാവരും. ഇപ്പോഴാണ് കുറച്ചും കൂടി എല്ലാവരും. അപ്പൊ ഇനി വിഷുവിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളായിരിക്കും കൂടുതലുള്ളത്. എല്ലാം ഉണ്ടാവും. രാവിലെ ആണെങ്കിൽ പരിപാടി ഉണ്ടാവും, വൈകുന്നേരം ആകുമ്പോ വേറെ പരിപാടി ഉണ്ടാവും, തലേ ദിവസം ഓട്ടംതുള്ളൽ ഉണ്ടാവും. ഓട്ടംതുള്ളൽ എല്ലാ ദിവസവും വിഷു അന്നത്തെ ദിവസം കല്യാണം മറ്റേ ഉത്സവത്തിന്. വരുണിന്റെ ചേച്ചി എന്ന് പറയുമ്പോ ചേച്ചി വീട്ടിലേക്ക് വന്ന മരുമകളാണല്ലോ. അപ്പൊ ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയാണ്? എന്റെ സ്വന്തം വീട് കരിമ്പാടത്താണ്. അപ്പൊ നമ്മള് വിഷുവിനൊക്കെ അങ്ങോട്ട് പോകാറുണ്ടോ? പോകാറുണ്ട്. ചേട്ടനും ചേച്ചിയും കൊച്ചും ഒക്കെ ആയിട്ട് പോകാറുണ്ട്. വിഷുവിന്റെ ഉത്സവം കഴിഞ്ഞിട്ടാണോ? രാവിലെ കണിയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലും പോയിട്ട് പോരും. അപ്പൊ വരുണിന്റെ സിനിമയൊക്കെ നമ്മളെല്ലാവരും ഒക്കെ കാണുന്നതാണ്. ഞങ്ങളും എല്ലാവരും പ്രേക്ഷകരും എല്ലാവരും കാണുന്നതാണ്. തണ്ണീർമത്തൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട സിനിമകളാണ്. സൂപ്പർ ശരണ്യ അതുപോലുള്ള സിനിമകളെല്ലാം. അപ്പൊ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും സിനിമയൊക്കെ വരുണിന്റെ എല്ലാം കാണാറുണ്ടോ?
എല്ലാ സിനിമയും കാണുന്നുണ്ടോ? ഇതിന്റെ സിനിമ കാണാറുണ്ട് എല്ലാവരും. എല്ലാരും അവരുടെ കാണുന്നുണ്ട്. സിനിമ ഒന്നും മുടക്കി എന്റെ മാത്രം കാണുന്നവരുണ്ട്. അച്ഛനൊക്കെ മുമ്പ് ഒരുപാട് പടങ്ങൾ കാണുമായിരുന്നു, പക്ഷെ ഇപ്പൊ കാണല് കുറവാണ്. എന്റെ സിനിമ വരുമ്പോ കാണുന്നില്ല, ടി വിയിൽ എന്തെങ്കിലും. മകന്റെ അഭിനയത്തെ അച്ഛൻ എങ്ങനെ വിലയിരുത്തുന്നു? പറയാനോ കുഴപ്പമില്ല. ഞാൻ ഈ പൂവൻ നല്ല ഇതായിരുന്നു പറയുന്നുണ്ട്. അച്ഛനത് കണ്ടില്ലേ? കണ്ടില്ല. കണ്ടിട്ടില്ല. അച്ഛൻ ഈ മകന്റെ അഭിനയ ജീവിതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു. ഇപ്പൊ കുറച്ചൊക്കെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 1-2 പടം കൂടി കാണണം. അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയാം. അമ്മയുടെ അഭിപ്രായം എന്താണ്? മോന്റെ അഭിനയം നല്ല രീതിയിലാണ് മോൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടി പ്രാർത്ഥനയാണ്. അമ്മക്ക് ഈ പൂവനെ കണ്ട് പൂവനൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടായിട്ടില്ല. പൂവന് സൂപ്പർ ശരണ്യ കണ്ട പോലെയല്ല. അതെ, സൂപ്പർ ശരണ്യായിരുന്നു തോന്നുന്നു എല്ലാവരുടെയും അഭിപ്രായം. എന്റെയും അതെ, എന്റെ അഭിനയത്തിലും ആൾക്കാർ സൂപ്പർ ശരണ്യാണ് പറയണത്. ഓ മൈ ഗോഡ്, തണ്ണീർമത്തനായിരുന്നു നമ്മുടെ കുറച്ച് റോളുള്ളൂ. അല്ല തണ്ണീർമത്തൻ അച്ഛന് തണ്ണീർമത്തൻ ഇഷ്ടമല്ല. നല്ലതാണ്, പക്ഷെ സൂപ്പർ ശരണ്യയുടെ ഫാനാണ് അച്ഛൻ. സൂപ്പർ ശരണ്യ നന്നായിരുന്നു. എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവും. സൂപ്പർ ശരണ്യ അതുപോലെ തന്നെ. അതെ അല്ലേ. പിന്നെ തണ്ണീർമത്തനിലൂടെയുള്ള ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സിനിമ എന്നുള്ളൊരു ഫീൽഡിലോട്ട് ഓരോരുത്തരും നല്ല അഭിപ്രായമാണ്. ചെറിയൊരു സീനാണെങ്കിലും നല്ലതായിട്ട് പലരും എന്നോട് പറഞ്ഞു. അത് നന്നായിരുന്നു. എന്തായാലും സൂപ്പർ ശരണ്യം സൂപ്പർ ആയിരുന്നു എന്തായാലും. അതെ കൂടുതൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മറ്റേ അർജുന അശോകനും കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട അത് ശരിയാണ്. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞാലേ സിനിമ എന്ന് പറയുമ്പോ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ റൂളും അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ നല്ല റോളുകളൊക്കെ വരും. ഇപ്പൊ തന്നെ നമ്മൾ ഉയർന്നു വന്നിരിക്കുന്ന പല കലാകാരന്മാരും മോഹൻലാൽ ഉൾപ്പെടെ ചില ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പുതിയ സിനിമ ഏതാണ്? ഇപ്പൊ പുതിയ സിനിമ ഈ അടുത്ത മാസം ഇറങ്ങാനുള്ളത് ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറഞ്ഞൊരു പടം. അതിലൊരു ചെറിയൊരു, അത് റഷീദ് പറമ്പിൽ കൊണ്ട് എന്റെ ഫ്രണ്ടാണ് ഡയറക്ട് ചെയ്യുന്നത്. അതിനകത്ത് ചെറിയൊരു ക്യാമിയോ, അത് പറയാമോ എനിക്കറിയില്ല. അങ്ങനെ അമ്മനോടാണ് ചോദിക്കാനുള്ളത്. വരുണ് ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ അഭിനയം എന്നുള്ളൊരു താല്പര്യം അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു? അഭിനയത്തിലല്ലേ, ചെണ്ടോട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു. പാട്ട് പാടുവോ? അമ്മ അഭിനയം 2ാം ക്ലാസ്സിൽ വെച്ച് മറ്റേ മൈക്കടിച്ച് പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 2ാം ക്ലാസ്സിൽ വെച്ചൊരു പ്രച്ഛന്ന വേഷത്തിലേ പോയിട്ട് ഒരു മൈക്കിനെ അടിക്കാനും സ്വഭാവം ഉണ്ടോ, മൈക്കടിച്ച് ആണല്ലേ? അതല്ലേ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് എന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഷൂട്ട് കിടക്കണ്ടെങ്കിൽ അമ്മ വന്നിട്ട് പറയാം ഇന്ന സ്ഥലത്ത് ഷൂട്ട് കിടന്നുണ്ടായി, എടാ അവിടെ ഷൂട്ട് കിടക്കണ്ടെന്നൊക്കെ വെറുതെ എന്റെ അടുത്ത് പറയാം. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചെറുപ്പം മുതലേ എന്റെ അടുത്ത് അമ്മ ചെറുപ്പത്തിലെ തുടങ്ങിയ ആ ഒരു കലാകാരനെ ഒരുപക്ഷെ അമ്മ മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് അഭിനയം ഇഷ്ടമായിരുന്നോണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും ചെണ്ടോട്ടും പല ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നുള്ള ചെണ്ടോട്ടും അങ്ങനെ ഇങ്ങനെ കലാരംഗത്താണ് അവന് കൂടുതൽ. പാട്ട് പഠിപ്പിച്ചപ്പോൾ പാട്ട് സ്കൂളിൽ പാട്ട് പാടിയിട്ടുണ്ട്. അത് പാട്ട് നല്ല പാട്ടൊക്കെ പാടിയിരുന്നു. പിന്നെ അതിലങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ അമ്മേനോട് ചോദിക്കാനുള്ളത്, നമുക്ക് വരുണിന് ചെറുപ്പത്തിലെ മുതൽ തന്നെ അഭിനയിക്കാനുള്ളൊരു കഴിവ് അത് അമ്മ കണ്ടെത്തിയിരുന്നു? അത് ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോഹൻലാലിന്റെ സംഭാഷണമൊക്കെ ചെറുപ്പത്തിലെ ഒന്നി പഠിക്കുമ്പോ പറയും. എല്ലാവരും പറയും. അതേപോലെ തന്നെ പണ്ടത്തെ മോഹൻലാലിന്റെ ഒരു സൗണ്ട് വേറെ അല്ലായിരുന്നു, അതേപോലെ അദ്ദേഹം പറയുമായിരുന്നു. അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവും. മോഹൻലാലിന്റെ സൗണ്ട് നേരിട്ട് കേൾക്കാത്തതുകൊണ്ട് 1ാം ക്ലാസ്സിലല്ലേ, എന്നാലും ഏകദേശം അതേപോലെ കുട്ടികളൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ കിടന്ന് കുറെ മിക്രി നടത്തും. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നമ്മൾ നിൽക്കുന്നതല്ല, സ്റ്റേജിലൊക്കെ പോയി പറയും, നിനക്ക് ഒരു അറിവ്, മറ്റുള്ളവർ നിന്നെ അറിയും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇവിടെ അത് മാത്രല്ല, അമ്മ ചെറുപ്പത്തില് പല ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഷൂട്ടിംഗ് കിടക്കുമ്പോഴേ, നാട്ടിലൊക്കെ ഷൂട്ട് കിടക്കണമെങ്കിൽ എന്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് ഷൂട്ട് കിടക്കുന്നുണ്ട്, അവിടെ ഷൂട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ എന്റെ അടുത്ത് പറയാറുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനത് മുമ്പ് ഏത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അങ്ങനെ കേട്ട് വളർന്നിട്ടുണ്ട്. ചെറുപ്പം പോലെ സിനിമ എന്നുള്ളതാണ്. അതൊക്കെ കണ്ടാല് കുറച്ചത് വരുമല്ലോ. അമ്മയാണ് ശരിക്കും പറഞ്ഞ മോനെ പ്രോത്സാഹിപ്പിച്ച് ആദ്യം തുടങ്ങി. പഠിച്ചോണ്ടിരിക്കുമ്പോ ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഒരു കലാകാരിയാണ്. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പരസ്യം, ലോക്കൽ പറവൂരത്തെ പരസ്യങ്ങളൊക്കെ എന്റെ 2-3 പരസ്യത്തിലെ മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമില് മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഫ്യൂജി കളർ ലാബില്, അങ്ങനെ കുറെ ഇതിലൊക്കെ. ഫ്യൂജി കളർ ലാബ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അമ്മയുടെ മുഖം. എനിക്കിപ്പോഴും പരസ്യമുണ്ട് അത്.
വരുണിന്റെ ആദ്യത്തെ കാൽവയ്പ്, സിനിമാ രംഗത്തേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് അതെങ്ങനെയായിരുന്നു? ആദ്യത്തെ കാൽവയ്പ് എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ നാട്ടിലൊരു കൂട്ടുകാരൻ ഷൈൻ, അവൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകും, ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ഒക്കെയാണ്. അപ്പൊ അവര് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോയി, ബെസ്റ്റ് ആക്ടർ സിനിമ. അതിനകത്ത് കോളേജ് മഹാരാജാസ് കോളേജിൽ ഒരു വിനായകനെ ഓടിച്ചിരുന്ന ഒരു സീനുണ്ടായി. ആ സീനിൽ വിനായകനെ ഓടിച്ചിരുന്ന ആ വേഷം ഞാനാണ് ചെയ്തത്. ആ ഫ്രണ്ടില് ഞാനുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മുടെ മാഫിയ ശശി എന്നെ ബാക്കിലാണ് നിർത്തിയത്. അപ്പൊ ഞാൻ പോയിട്ട് സാറേ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇങ്ങനെ ഓടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിയലിസ്റ്റിക് ഒരു സാധനം കാണിച്ചത് പുള്ളി പറഞ്ഞു അവനെ കയറ്റി ഫ്രണ്ടിൽ നിർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ തൊട്ടപ്പുറത്തെ ചാനലിൽ അവന്റെ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് പോയത്, പച്ച ഷർട്ട്. അപ്പൊ ആ വിനായകന്റെ പിന്നിൽ ഓടി തന്നെ ആളെ കണ്ടറിയാൻ പറ്റും ഞാനാണത്. എന്നിട്ട് ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്, ഞാൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് പടം കാണാൻ വേണ്ടി പോയത്. എന്നിട്ട് അവിടെ ചെയ്യുമ്പോൾ പറയും ഷർട്ട് ഇങ്ങനെ ഉരുക്കറക്കി ആഘോഷമാക്കിയത്. അത് കഴിഞ്ഞിട്ട് സിനിമ വർഷങ്ങളോളം സിനിമയോട് വരുമ്പോ എന്റെ ബന്ധുക്കാരൊക്കെ വിളിച്ചു പറയും എടാ അത് എന്റെ സിനിമ എന്ന് പറഞ്ഞ അമ്മ എന്നെ വിളിച്ചു പറയും, എന്റെ കൂട്ടുകാർ വിളിച്ചു പറയും. കൂട്ടുകാർ ചെറിയ റോളല്ലേ, ഒരു ഷർട്ടും കൊണ്ട് ഒരാള് ഓടുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. എനിക്കോലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നതാണ്. പിന്നെ 2 കൺട്രീസ് അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. പിന്നെ ഇതിനുമപ്പുറം എന്ന് പറഞ്ഞൊരു പടത്തില് മറ്റേ മീര ജാസ്മിന്റെ കൂടെ, മറന്നുപോയതല്ല കേട്ടോ, പെട്ടെന്ന് ടെൻഷൻ അടിച്ച് മറന്നു. ഇതേപോലെ ഞാൻ വേറെ ഇന്റർവ്യൂല് മറന്നുപോയി, എന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ മീര ജാസ്മിന്റെ കൂടെ ഒരു ഡയലോഗ് ക്ലൈമാക്സിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മിഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്തിരുന്നു. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആൽബം ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ആണ് ഞാൻ ഇടയിൽ വെച്ച്, എന്റെ ഇടയിൽ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പുറത്തൊന്നും പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ അതിനിറങ്ങി പുറത്തിറക്കിയതാണ് മിഞ്ചി എന്ന് പറഞ്ഞ ആൽബം. അപ്പൊ അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ നാട്ടിൽ തന്നെ കുറെ പറവൂരിൽ തന്നെയുള്ള കുറെ മറ്റേ ഷോപ്പിലൊക്കെ ആഡൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ഈ ചേച്ചിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട്. ചേച്ചിനെ വിളിച്ച് ഞാൻ വിചാരിച്ച ക്യാരക്ടറിന്റെ ആ ഗെറ്റപ്പ് ആ ഒരു ഏജ് കാറ്റഗറി അല്ലാത്തതുകൊണ്ട് ചേച്ചിനെ അല്ല ചേച്ചി ഒഴിവാക്കിയതാണ്. അന്ന് ശരിക്കും എനിക്ക് പ്രായമായില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ആവേശം ചെയ്തത് വേറെ. ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ചേച്ചിയാണ് ചെയ്തത്. പിന്നെ അമ്മേനെ വെച്ചിട്ടൊരു അമ്മ ഉണ്ടായിരുന്നു, 1-2 ഫിലിമിലുണ്ടായി. പിന്നെ അതിനെ വെച്ചിട്ട് പിന്നെ ഞാൻ മിഞ്ചി കഴിഞ്ഞതിന് ശേഷം ആ വർഷം അവസാനം തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു 2017. അങ്ങനെ പയ്യെ ഞങ്ങൾ ഗിരീഷ് അങ്ങനെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായി. അങ്ങനെ ഗിരീഷ് ചെയ്ത ആദ്യത്തെ പടത്തിൽ അവൻ ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ട് മൂക്കുത്തി, അതിനകത്ത് ഞാനുണ്ടായി, മെയിൻ റോളിൽ തന്നെ ഉണ്ടായി. പിന്നെ അവൻ തണ്ണീർമത്തൻ ചെയ്തപ്പോൾ അതിനകത്തേക്ക് ക്ഷണിച്ചതാണ്. അങ്ങനെയാണ് തണ്ണീർമത്തനിലേക്ക് വരാനുണ്ടായ കാരണം. ഷോർട്ട് ഫിലിം എന്താണ് പുറത്തിറങ്ങാതിരുന്നത്? പുറത്തിറക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഷോർട്ട് ഫിലിമാണ് ആ സമയത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. മിഞ്ചിയാണ് ആദ്യം ചെയ്ത ക്വാളിറ്റി ഉള്ള വർക്ക്. അതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്ത് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇറങ്ങാത്ത. അപ്പൊ ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, നിങ്ങള് പറവൂർ സ്റ്റാൻഡിൽ പോയിട്ട് കുറച്ച് നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയത്ത് ഇതൊക്കെ ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഡ്രൈവർമാരെ കണ്ടു. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മിഞ്ചിയുടെ സമയത്താണ്. മിഞ്ചി ഇറക്കാൻ നമുക്ക് ബഡ്ജറ്റ് വേണമല്ലോ. ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സിനിമയിൽ ശേഷം ക്യാമറമാന് പൈസ കൊടുക്കണം, ക്യാമറ പൈസ കൊടുക്കണം. 2016 എല്ലാവർക്കും പൈസ വേണം. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കാനൊരു ആഗ്രഹം ഉണ്ടായി. മിഞ്ചി എന്ന് പറഞ്ഞ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഭിനയിക്കുന്ന പെൺകുട്ടിക്ക് പേയ്മെന്റ് കൊടുക്കണം, അതേപോലെ ടെക്നീഷ്യൻസിന് പേയ്മെന്റ് കൊടുക്കണം. പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിനകത്ത് പാട്ട് ചെയ്യണം, ആദ്യം ചെയ്ത പാട്ട് മാറ്റി വേറൊരു പാട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ചെലവുണ്ട്. അപ്പൊ അത് ഞാനും എന്റെ ഫ്രണ്ട് മനുവും കൂടി പല ആളുകളെയും പോയി കാണുന്ന കൂട്ടം ഒരുപാട് പേരെ പോയി കണ്ടിട്ടുണ്ട്. അതിനകത്ത് അമ്മാസ്, ബോസ്, ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേരൊക്കെ അപ്പൊ പരിചയപ്പെട്ടതാണ്. അവരൊക്കെ നേരിട്ട് പോയി നമ്മൾ അവരോട് ആരെങ്കിലും ചോദിച്ചിട്ട് പോയി അവരൊക്കെ പൈസ തന്നിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പറവൂര് തന്നെ ഒരു വെൻസുകാരിലൊരു മാനാടി സജീവൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അറിഞ്ഞൂടാ. പുള്ളിക്കാരന്റെ മറ്റേ ഡ്രൈവർ പോയി പരിചയപ്പെട്ടു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് സജീവൻ വീട്ടിലുണ്ടാവുന്ന ദിവസം അങ്ങനെ അന്ന് വരാൻ പറഞ്ഞ് ഞാനും മനുവും കൂടി അന്ന് പോയി കണ്ട് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇതേക്കാണ്ടാവുന്ന രീതിയിൽ ഒരു സഹായം ചെയ്തു. അങ്ങനെ പല ആളുകളെ ചെയ്തിട്ടാണ് അന്ന് ഞങ്ങൾ വെറുതെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കും, വെറുതെ റോഡിലൊക്കെ പോയി നിൽക്കും. അപ്പൊ നമുക്ക് ആരെയൊക്കെയാണ് പരിചയം, കാരണം ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മിഞ്ചി ചെയ്യുന്നത്. പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റ്. പിന്നെ മിഞ്ചി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറെ കണക്ഷനായി നമുക്ക് സിനിമയിൽ തന്നെയുള്ള ക്യാമറ ചെയ്യുന്നവർ. അപ്പൊ അടുത്ത വർക്കിന്
ഇവർക്കൊന്നും പേയ്മെന്റ് കൊടുക്കാതെ തന്നെ വിളിക്കാവുന്ന കുറെ കണക്ഷൻ എത്തി. അപ്പൊ പിന്നെ നമുക്ക് ബഡ്ജറ്റ് കുറയാൻ തുടങ്ങി. ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ അവർക്ക് ഇന്ന് പല സിനിമയൊക്കെ ചെയ്ത ക്യാമറാമാനും ടെക്നീഷ്യൻസും ആണ്. ഇപ്പൊ എന്റെ മിഞ്ചി എഡിറ്റർ ഇപ്പൊ 3-4 സിനിമ എഡിറ്റ് ചെയ്തു. സൂപ്പർ സെറ്റിനെയൊക്കെ പുള്ളി എഡിറ്റ് ചെയ്തു. ഇപ്പൊ വേറെ പടങ്ങള് അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ വരുൺ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് അഭിനേതാവാണ്, റൈറ്ററാണ്, എല്ലാമാണ്, സംവിധായകനാണ്. അപ്പൊ ഈ റോളുകളിൽ വരുണിന് ഏറ്റവും ഇഷ്ടം എന്താണ്? അഭിനയിക്കാനാണോ? എന്താണ് ഇഷ്ടം? എനിക്ക് അഭിനയം മോഹിച്ചാണ് ഞാൻ സിനിമയിൽ വന്നത്. പിന്നീട് ഞാൻ ചെയ്തതൊക്കെ ചേച്ചി കണ്ടിട്ടുള്ള ആർട്ട് ഫിലിംസും പരിപാടിയും, ഷോർട്ട് ഫിലിം, മിഞ്ചി, അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത ഡയറക്ഷൻ എഴുത്തുമാണ്. അത് കഴിഞ്ഞിപ്പോ പൂവൻ വന്നു, എഴുത്താണ്, അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണ്. അതേപോലെ ഈ പറഞ്ഞ എല്ലാം കൂടുതൽ ഇഷ്ടത്തിനോടാണ് അഭിനയം. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാം ഓരോ സമയം അനുസരിച്ചാണ്. ഓരോ സമയം അനുസരിച്ച് ചില സമയങ്ങളിൽ നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടുന്നു എന്നുള്ള സിറ്റുവേഷൻ വരും. ചില സമയങ്ങളിൽ എഴുതാൻ അറിഞ്ഞുകൂടുന്നുള്ള അവസ്ഥ വരും, ഡയറക്ഷൻ അറിഞ്ഞുകൂടുന്നുള്ള അവസ്ഥ വരും. മാറി മാറി വരും. മൂക്കുത്തി ചെയ്ത് കഴിഞ്ഞപ്പോ എന്നോട് എല്ലാവരും പറഞ്ഞത് അഭിനയിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നീ അഭിനയിക്കേ വേണ്ട, നീ ഡയറക്ഷൻ എഴുത്തും മതി എന്നാണ് പറഞ്ഞത്. അതേപോലെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ വേറെ അവസ്ഥകളിലൂടെ കടന്നു പോകും. എല്ലാവരും പല സമയത്ത് പല ആളുകളും പല രീതിയിൽ പറയും. അപ്പൊ മറ്റേ സൂപ്പർ സെൻ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാവരും നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. എല്ലാവരും എടാ നിന്റെ അഭിനയം അടിപൊളിയാണ്, നീ ചെയ്യണം എന്നല്ലാണ്ട് ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ആ ചെയ്ത റോള്. അതിനു മുമ്പ് ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞ ഷോർട്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ അഭിനയം ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് പറയണത്. പക്ഷെ എന്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പറഞ്ഞ പോലെ നമ്മളുടെ സ്ലാങ് ഒക്കെ പറവൂര് അതൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടി അതിനെ ഡെപ്തിൽ പഠിക്കണം. അഭിനയത്തിനൊക്കെ ശരിക്കും പഠിച്ച്, ഡയറക്ഷൻ ആണെങ്കിൽ അത് ശരിക്കും പഠിച്ച്, എഴുത്താണെങ്കിൽ അതിനെ ശരിക്കും പഠിച്ച്, അത് ശരിക്കും പഠിച്ച് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതേപോലെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ചെയ്യാന്നുള്ള പരിപാടിയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അപ്പൊ വരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഇഷ്ടപ്പെട്ട നടൻ എല്ലാവരെയും പോലെ പണ്ട് തുടങ്ങി എനിക്ക് മോഹൻലാൽ ഫാനാണ്. അമ്മ പറഞ്ഞ പോലെ ഒന്നാം വയസ്സിലല്ല ഒന്നാം ക്ലാസ്സിൽ. അതെ, ഞാൻ മോഹൻലാലിന്റെ എന്തായിരുന്നു എന്നോടൊരു സാധനം അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. എല്ലാവരെയും പോലെ മോഹൻലാല്, മമ്മൂട്ടി ഫാനാണ്. പിന്നെ അതേപോലെ ദിലീപിന്റെ പണ്ടത്തെ സിനിമകൾ കണ്ട് കൊതിയായിട്ട് എന്റെ അമ്മേ എന്ത് ലുക്കാണ്, എന്ത്, അതായത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ദിലീപായിട്ടായിരുന്നു. ഞാൻ പണ്ട് എന്നെ റിലേറ്റ് ചെയ്യുന്നത് ദിലീപിനെ പോലെ. വരുണിന്റെ ഒരു കഥ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലോട്ട് ആദ്യം തന്നെ ദിലീപിനെ പോലെയൊക്കെ ഇരിക്കും ഞാൻ കോമഡിയൊക്കെ പറയുന്നതൊക്കെ. ദിലീപിനെ പണ്ട് ദിലീപിന്റെ പോലെ എന്ന് പറയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ പോലെ ഇരിക്കുന്നു പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയില്ല ദിലീപിന്റെ പോലെയാണോ ദിലീപ് ഒന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ ടി വിയിൽ ഒന്നും തള്ളാന്ന് വിചാരിക്കാം. അതെന്താന്നറിയോ, ഞാൻ ഈ പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു പണ്ടേ. ഞാൻ ഇവിടത്തെ മറ്റേ സാജു ചേട്ടന്റെ ഒക്കെ, സാജു എന്ന് പറയുന്നത് മറ്റേ സാജു ബൈജു ചേട്ടൻ, ബിജുക്കുട്ടന്റെ അനിയൻ ബൈജന്റെ ഒക്കെ പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ പൃഥ്വിരാജ് എന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ദിലീപായിരുന്നു എന്റെ ഇഷ്ടം. ദിലീപിനെ അനുകരിക്കാൻ അല്ല, ദിലീപിന്റെ ആ ഒരു അങ്ങനെ അനുകരിക്കണതല്ല, ദിലീപിന്റെ ആ ഒരു വരവ് സിനിമയിലോട്ടുള്ള ഒരു വരവ് അതേപോലെ ഒരു. അത് മാത്രമല്ല, എനിക്ക് ദിലീപിന്റെ പടങ്ങൾ എന്ത് കോമഡിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കോമഡി ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയുടെ ഒരു എന്താണ് കുറെ പടങ്ങളുണ്ടല്ലോ. ആ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസികനാണെങ്കിലും അങ്ങനത്തെ രസികൻ ആ സമയത്ത്, പിന്നെ ഗ്രാമഫോൺ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദിലീപിന്റെ പടങ്ങൾ. മോഹൻലാല്, മമ്മൂക്ക അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മുകേഷിനെ ഭയങ്കര ഇഷ്ടമാണ്. മുകേഷിനെയൊക്കെ എനിക്ക് മുകേഷൊക്കെ അവിടെ എടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. ഇവരൊക്കെ മുകേഷിനെ പോലെ ആകണം, ദിലീപിനെ പോലെ ആകണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പൊ നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അവരൊക്കെയാണ് നമ്മള് എന്തായാലും അതുപോലെയൊക്കെ എത്താൻ പറ്റട്ടെ. അതെ, താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വരുൺ ഒരു മിമിക്രി അവതരിപ്പിക്കട്ടെ. ഇല്ല, ഞാൻ മിമിക്രി ചേച്ചി പണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 8 വർഷങ്ങളിലായിട്ട് അതൊക്കെ ഈ ഫാമിലിയായിട്ട് കൂടുമ്പോഴേ പള്ളിയിലച്ഛൻ അതൊക്കെ ഇറങ്ങി പോയിട്ട് അതൊക്കെ ചത്ത് ആ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. അത് മറ്റേ ഈ അത് പള്ളിയിലച്ഛനൊക്കെ ചെയ്യില്ലേ സാധാരണ, ഈ കൈയോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതങ്ങനത്തെ സാധനമാണ്. പിന്നെ പൃഥ്വിരാജിന്റെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ സ്റ്റേജിലൊക്കെ. പൃഥ്വിരാജ് ഇപ്പൊ കുറെ കാലമായിട്ട് ചെയ്തിട്ടത്. അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്താണ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ,
പൊട്ടച്ച് കയ്യെത്തിറിഞ്ഞ അങ്ങനെ ഒരു സാധനം അത് അന്ന് പെർഫെക്ഷൻ. ഇന്ന് ഞാൻ കുറെ കാലം ചെയ്തിട്ട് പിന്നെ വള്ളം കളിയുടെ താളമില്ലാതെ എന്തോണം എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നെ ഞാൻ പണ്ട് നിയോയിൽ ഇങ്ങനെ ആക്ടിങ് ക്ലാസ്സിന് വരുന്ന സമയത്ത് വിനയ് ഫോട്ടോ വരുമായിരുന്നു. അപ്പൊ വിനയ് ഫോട്ടോ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞ സാധനം ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. കിടന്ന് നീ അയ്യോ പൃഥ്വിരാജിന്റെ രണ്ടു മിക്സ് ആയി പോയി. കിടന്ന് നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നിന്റെ അടുത്ത് ഞാൻ ചവിട്ടി വെളിയിലിടും, മനസ്സിലായ നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് നീ വിനയ് ഫോട്ടോ എൻ്റെ അടുത്ത് പറയുന്നത്. അതൊക്കെ വേറെ ടൈപ്പ് ഇതാണ്. ചെയ്യാറില്ല മിമിക്രി ചെയ്താൽ കിട്ടും. എൻ്റെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും, അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യില്ല, മമ്മൂട്ടി ചെയ്യുമായിരുന്നു. അതൊക്കെ ധൈര്യമില്ല, ക്യാമറ മുമ്പിൽ ചെയ്ത് നാളെ സാധനമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഇവനൊരു കഴിവില്ലെന്ന് അറിയില്ല. അപ്പൊ പാട്ടൊന്നും പാടില്ല, പാട്ടൊക്കെ പാടും. ഈ പറഞ്ഞ പോലെ നമ്മള് ആരും കേൾക്കാതൊക്കെ പാടുന്നല്ലാതെ മിമിക്രി ആയിരുന്നു. മിമിക്രി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മിമിക്രി ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. എല്ലാവരും ഒരുമാതിരിപ്പെട്ട കുറെ ആക്ടേഴ്സിന് ഞാൻ ചെയ്യുമായിരുന്നു. അതിപ്പോ ചെയ്യാറില്ല, പ്രാക്ടീസ് ചെയ്യാറില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിഷു ആഘോഷത്തിൽ നമ്മോട് സഹകരിച്ച വരുണിനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും. ചേച്ചി തിരിച്ചും എല്ലാവർക്കും, നിങ്ങളുടെ മുസ്ലിം പ്രേക്ഷകർക്കും ചേച്ചിക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിശ്വാസംസകൾ. അതുകൂടാതെ തന്നെ വരുണിന്റെ എല്ലാ സിനിമകളും ഉന്നത വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.